ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണയ്ക്കുന്നതിൽ UDFിന്റെ തീരുമാനം നാളെ ഉണ്ടാകും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ വാർത്താ സമ്മേളനം വിളിച്ച് നിലപാട് അറിയിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സർക്കാർ നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയ അജണ്ട ഉണ്ടെന്ന് തുറന്നു കാണിക്കണമെന്ന് UDF യോഗത്തിൽ അഭിപ്രായമുയർന്നു. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. പ്രതീഷ്, വിശദാംശങ്ങൾ. അവരുടെ യോഗം കുറച്ച് നീണ്ടുപോയെന്ന് തോന്നുന്നു. യോഗ തീരുമാനം പുറത്തു വന്നോ? ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് UDFിന്റെ ഔദ്യോഗിക നിലപാട് നാളെ പ്രഖ്യാപിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ വാർത്താ സമ്മേളനം നടത്തി മുന്നണിയുടെ നിലപാട് പ്രഖ്യാപിക്കും. ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ എതിർപ്പ് പ്രകടിപ്പിച്ചത് കോൺഗ്രസ് ആയിരുന്നു. VD സതീശൻ അക്കാര്യത്തിൽ ഒരു കടുത്ത നിലപാട് തന്നെ തുടക്കം മുതൽ എടുത്തിരുന്നു. അത് രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള CPIMന്റെ ശ്രമമാണ് ആഗോള അയ്യപ്പ സംഘവും എന്നതായിരുന്നു കോൺഗ്രസ് തുടക്കം മുതൽ തന്നെ സ്വീകരിച്ച നിലപാട്. പക്ഷേ ഈ UDF മുന്നണിയിൽ തന്നെ രണ്ട് അഭിപ്രായം ഉയർന്നതോടുകൂടിയാണ് ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്യാൻ UDF ഇന്ന് യോഗം വിളിച്ചത്. ഓൺലൈനായി ചേർന്ന യോഗത്തിൽ ഘടകകക്ഷി നേതാക്കൾ അവരുടെ നിലപാട് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ പ്രധാനമായും സർക്കാർ നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയ അജണ്ടയുണ്ട് എന്നുള്ള കാര്യം തുറന്നു കാണിക്കണം എന്നതാണ് ഈ യോഗത്തിൽ ഭൂരിപക്ഷം ഘടകകക്ഷികളും മുന്നോട്ട് വച്ച കാര്യം. ഇനി തിരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച അതേ പാർട്ടി അല്ലെങ്കിൽ അതേ സർക്കാർ തന്നെ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിലുള്ള രാഷ്ട്രീയ അജണ്ട അത് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കണം. ഇതാണ് പ്രധാനമായും ഈ യോഗത്തിൽ ഉയർന്ന പൊതുവായിട്ടുള്ള വികാരം. ഇക്കാര്യത്തിൽ ഇനി എന്ത് തുടർ നടപടി സ്വീകരിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ഹൈന്ദവ സംഘടനകൾ ഉൾപ്പെടെ അയ്യപ്പ സംഗമത്തിന് പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കടുത്ത എതിർപ്പുകളുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു വലിയ കടുത്ത നിലപാടിലേക്ക് പോകാനുള്ള സാധ്യത ഇല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.